അല്ല ഇതിൽ താങ്കൾ പറഞ്ഞ രണ്ട് സാധ്യതയെ പറ്റിയുമല്ല പി സി താങ്കളെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന്റെ ചേതോവികാരമായി പി സിയിൽ ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ താങ്കൾ കുറച്ച് ആളുകളെ വെച്ച് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തുവിടാതെ താങ്കൾക്ക് അനുകൂലമായ ഭാഗം മാത്രം എഡിറ്റ് ചെയ്താണ് താങ്കൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി ഈ പറയപ്പെടുന്ന ആരനാട് സൽ എന്ന് പറയുന്ന ആള് ധർമ്മവേദിയുടെ ഒരു ഔദ്യോഗിക ഭാരവാഹിയല്ല. എനിക്ക് ആ വ്യക്തിയെ അറിയത്തുമില്ല. എനിക്കൊരു അനോണിമസ് കോളാണ് വന്നപ്പോൾ ശ്രീ പി സി ജോർജ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ആര് വിളിച്ചിട്ട് വ്യക്തിയുടെ പേര് പോലും എനിക്കറിയില്ല. ഇപ്പോ ശ്രീ പി സി ജോർജ് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് കേൾക്കാൻ കഴിഞ്ഞത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഓരോ ഇടനിലക്കാർ വരും. ഒരു നിമിഷം ബിജു, ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ചാനൽ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നത്. ഒരു നിമിഷം ബിജു, ഒന്നാമത് ഒരു നിമിഷം നിങ്ങൾക്ക് രണ്ടർക്കും ആദ്യ റൗണ്ടിൽ സംസാരിക്കാനുള്ള സമയം തന്നു. ബിജു രമേശ്, ഇനി ചോദിക്കുന്നതിന് നേരിട്ട് മറുപടി തരിക. നിങ്ങൾ രണ്ടുപേരും ആദ്യ ഭാഗം നിങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഒരു നിമിഷം മറുപടി പറയാൻ ഞാൻ കേട്ടോ. ഒരു നിമിഷം ഒരു നിമിഷം പി സി ജോർജിന്റെ ചേട്ടൻ ആരോ തന്തയ്ക്ക് പറഞ്ഞിട്ടാണ് പി സി ജോർജിന്റെ ചേട്ടൻ ഉത്സവ പറമ്പിൽ ഉണ്ടായ അനുഭവം ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി യഥാർത്ഥ ചോദ്യങ്ങളെ അച്ഛനെ പറഞ്ഞ് പഠിക്കരുത്, നല്ലതല്ല. താങ്കൾ ഒരു പൊതുപ്രവർത്തനല്ലേ, കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കുക. അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ഒരുത്തനാണെങ്കിൽ ഒരിക്കലും ആരെയും അച്ഛന് പറയില്ല. വളരെ മോശമായി ഒരു നിമിഷം ഇങ്ങനെ പോയാൽ യഥാർത്ഥ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ബിജു. ഒരു നിമിഷം പേടിക്കുന്നതല്ലേ മുഴുപ്പൊന്നും എന്റെ അടുത്ത് താങ്കൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള വളരെ തരംതാണ ആളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ചാനലിൽ വിളിക്കുമ്പോഴേ ചോദ്യങ്ങൾക്ക് മറുപടി ദയവായി തരിക. ചോദ്യങ്ങൾക്ക് മറുപടി ദയവായി തരിക. ബിജു ഒരു നിമിഷം പി സി, ഒരു നിമിഷം പി സി, ഒരു നിമിഷം ബിജു. ഇടനിലക്കാർ പല രൂപത്തിൽ വരാം. ഇത്രമാത്രം നിലവാരമില്ലാതെ ആൾക്കാരിൽ ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ച് ജീവിക്കുന്ന തരംതാണ രാഷ്ട്രീയക്കാരനായ പി സി ജോർജ് എന്നെ സംസാരിക്കേണ്ട. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. നീ കള്ളും ഷാപ്പുകാരനല്ലടാ തേണ്ടി. നീ വർത്താനം പറഞ്ഞു എന്നോട്. നീ എന്ത് തന്തയ്ക്ക് പറക്കാത്ര പറയുന്നത്? ഞാൻ ഒരു കള്ളുഷാപ്പ് നടത്തില്ല. നിങ്ങൾ ബാർ നടത്തുന്നുണ്ടല്ലോ, ബാറിൽ ഷെയർ പറ്റുന്നുണ്ടല്ലോ, ബാർ നടത്തുന്നുണ്ടല്ലോ. താങ്കൾ കള്ളു കച്ചവടക്കാരനല്ലേ, പാർട്ണർഷിപ്പിൽ ബാർ നടത്തുന്നില്ലേ? ദയവ് ചെയ്ത് ചർച്ച തുടരാൻ സഹകരിക്കണം. ദയവ് ചെയ്ത് ചർച്ച തുടരാൻ സഹകരിക്കണം. എനിക്ക് 10,000 വോട്ട്. ദയവ് ചെയ്ത് ശ്രീ പി സി, ശ്രീ ബിജു രമേശ്, ദയവ് ചെയ്ത് ഈ ചർച്ച തുടരാൻ സഹകരിക്കണം. ഈ ചർച്ച തുടരാൻ സഹകരിക്കണം. ശ്രീ ബിജു രമേശ്, ഒരു നിമിഷം പി സി.